വടക്കാഞ്ചേരി നഗരസഭയിലേക്കും വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ LDF മുന്നണിക്ക് വൻ വിജയം. വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണം നിലനിർത്തിയ LDF 5 പഞ്ചായത്തുകളിൽ 3 അധികാരമുറപ്പിച്ചു. വർഷങ്ങൾക്കു ശേഷം UDF തിരിച്ചുപിടിച്ച മുള്ളൂർക്കരയിലും ദേശമംഗലത്തും മാത്രമാണ് UDFന് ഭരണം നേടാനായത്. ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡുകളിൽ 10 സീറ്റുകൾ നേടി LDF അധികാരം പിടിച്ചെടുത്തു. ഇവിടെ UDFന് 8 സീറ്റുകളും ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചു. തെക്കുംകര പഞ്ചായത്തിലും LDF വിജയം ആവർത്തിച്ചു. 19 വാർഡുകളുള്ള തെക്കുംകരയിൽ 10 സീറ്റുകൾ LDF നേടിയപ്പോൾ UDFന് 7 സീറ്റും BJPക്ക് 2 സീറ്റും ലഭിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡുകളിൽ 9 സീറ്റുകൾ നേടി LDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണമുറപ്പിച്ചു. ഇവിടെ UDF 4 സീറ്റും NDA 2 സീറ്റും ഒരംഗം സ്വതന്ത്രനുമാണ്. അതേസമയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ UDFന് 9 സീറ്റും LDFന് 7 സീറ്റും ലഭിച്ചതോടെ വർഷങ്ങൾക്കു ശേഷം UDF ഇവിടെ അധികാരം തിരിച്ചുപിടിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡുകളിൽ 10 സീറ്റുകൾ നേടി UDF വിജയിച്ചപ്പോൾ LDF 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ദേശമംഗലത്തും UDF ഭരണത്തിലെത്തുന്നത്. ഇതോടെ വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ എരുമപ്പെട്ടി, തെക്കുംകര, വരവൂർ എന്നീ പഞ്ചായത്തുകൾ LDFനൊപ്പവും ദേശമംഗലം, മുള്ളൂർക്കര പഞ്ചായത്തുകൾ UDFനൊപ്പവും നിലയുറപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ വിജയത്തോടെ ബ്ലോക്കിന് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF ആധിപത്യമുറപ്പിച്ചു.